എന്ത് ചെയ്യാൻ. രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരിയില്ല, ആട്ടയില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് പോയി മേടിച്ചിട്ട് വരാം. എന്തായാലും ഉത്തരവാദിത്ത ബോധം ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറയുന്നത് ഇതുകൊണ്ടാണെന്ന്. ഈ സാധനമൊക്കെ തീരാറാകുമ്പോൾ മേടിച്ച് വെച്ചാൽ മതി. ഞാൻ തീരാറായത് കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല. ദാറ്റ് വാസ് ദ ഇഷ്യൂ. ചെയ്യാൻ ഇപ്പോൾ നമുക്ക് എവിടെ പോകും? ഏതെങ്കിലും ഒരു സ്റ്റോറി പോയിട്ട് നമുക്ക് 2 സ്റ്റോറി പോകേണ്ടി വരും. അതിലേതെങ്കിലും നമുക്ക് പോവാം. രാവിലെ തന്നെ ഇറങ്ങി ഇനി ഇത് മേടിച്ചു കൊണ്ടുപോയിട്ട് വല്ലതും ഉണ്ടാക്കി തിന്നിട്ട് വേണം ജോലിയിലേക്ക് പോകാൻ. വലിയ പാട് തന്നെ അല്ലേ? ജീവിതം ഭയങ്കര പാടാണല്ലേ? എല്ലാവർക്കും എങ്ങനെയാ? നിങ്ങൾക്കൊക്കെ ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ? അതെയോ ഭയങ്കര ഈസി ജീവിതമാണ്? ലൈഫ് ഈസ് ഹാർഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഇത്രയും നാൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ലൈഫ് ഈസ് ഹാർഡായിട്ട് ഫീൽ ചെയ്യാൻ പാകത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമായിരുന്നു. കൂട്ടുകാരൊക്കെ പറയുമ്പോൾ എനിക്ക് മാത്രം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തതെന്നൊക്കെ ആലോചിക്കായിരുന്നു. അപ്പോൾ സന്തോഷമായി. എല്ലാ പ്രശ്നങ്ങളും കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു വിഷമത്തിന് പരിഹാരം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും ഒരു പരിഹാരമായി. സന്തോഷം. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ഞാൻ ഈ ആശയദാരിദ്ര്യം കാരണം ഇന്ന് ഞാൻ എന്ത് വീഡിയോ ഇടും എന്നിങ്ങനെ ഞാൻ ഒരാളുടെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചേ. എന്ത് ഞാൻ പറയണേ, എന്തിനെ കുറിച്ചാണ് ഞാൻ പറയുക എന്ന് പറഞ്ഞാൽ ആശയദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞ് ഇപ്പം എൻ്റെ അടുത്ത് പറയണേ മറ്റേ ഇതിടാൻ എന്നാ സ്വയം പര്യാപ്തതയെ കുറിച്ച് വീഡിയോ ഇടാൻ. സ്വയം പര്യാപ്തത, അതിനെക്കുറിച്ച് ഞാൻ എന്താണ്, അതിപ്പോൾ എല്ലാവരും സ്വയം പര്യാപ്തം ആയിരിക്കണമല്ലോ. ആരെയും ഞാൻ പണ്ട് മുതലേ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ള ഒരു തോട്ടിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റെ അകത്ത് വീഡിയോ ചെയ്യാൻ പാകത്തിനുള്ള കണ്ടന്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വാട്ട് യു ഗൈസ് തിങ്ക്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ വീഡിയോ ചെയ്യാൻ പാകത്തിനുള്ള കണ്ടന്റ് ഉണ്ട് ഈ സ്വയം പര്യാപ്തതയിൽ? പറയാൻ പറഞ്ഞു ഞാനാണ് സ്വയം പര്യാപ്തൻ. അങ്ങനെ വീഡിയോ ചെയ്യാൻ പാകത്തിനൊന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ നോർമലി കുറേ നാളുകളായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാനെല്ലാം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ +2 കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ മൊത്തത്തിൽ ഞാൻ സ്വന്തമാണ്. ഫിനാൻസിൻ്റെ കാര്യമല്ല കേട്ടോ, അല്ലാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഞാൻ സ്വന്തമാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വാട്ട് യു ഗൈസ്? നിങ്ങളൊന്നും സ്വയം പര്യാപ്തരല്ല. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് നോക്കിട്ടോ, അത് വളരെ നല്ലതായിരിക്കും. കാരണം വേറെ ആരെയും നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് ആരുമില്ലെങ്കിലും നമുക്ക് സ്വന്തമായി ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണം. വാട്ട് യു ഗൈസ് സേ? എടാ മോനെ, എനിക്ക് ഇന്ന് കടയിൽ വന്നപ്പോൾ ഒരു സാധനം കിട്ടി. ഞാൻ പണ്ട് ഒരുപാട് കഴിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴേ എനിക്ക് കിട്ടിയ ക്രാക്ക് ജാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതും 50-50 ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതെന്നെ നൊക്ലാച്ചിയെ ഉണർത്തിയോണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ അപ്പം തന്നെ 2-3 മേടിച്ചിട്ട് നോക്കി. Wow, wonderful, fantastic. ഈ ക്രാക്ക് ജാക്ക് കഴിഞ്ഞ് അടുത്ത കടയിലേക്ക് പോവാം. ഒരു കടയിലെ പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത കട. ഓ മൈ ഗാഡ്, എന്തൊരു സാധനം! ഇപ്പൊ തന്നെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടല്ലോ 30 പൗണ്ടായി. 30 പൗണ്ട് ആകെപ്പാട് ഒരു ചാക്ക അരി ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു അതിൻ്റെ ഹാഫ് അതിൻ്റെ ആയിരുന്നു. പിന്നെ ഒരു 3 സാധനവും പെറുക്കി എടുത്തതിനാണ് ഈ 30 പൗണ്ട് ആയേക്കണേ. ഇത് ചെയ്യാനാന്ന് ഇങ്ങനെ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പം
നമ്മുടെ നൊക്ലാച്ചിയെ ഉണർത്തുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം മേടിക്കും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2-3 കൊല്ലമായിട്ട് നാട്ടിൽ പോവാത്തത് കൊണ്ടായിരിക്കാം. ഈ സാധനങ്ങളൊന്നും നാട്ടിൽ ചെന്ന് കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് വാങ്ങാൻ തോന്നിയിട്ട് ഞാൻ ചാടിക്കറി. എനിക്കിങ്ങനെ തരാ അയ്യോ മേടിക്കണം. എന്നിട്ട് ഞാനത് മേടിക്കും. എന്നിട്ട് ഞാൻ പേര് എന്നിട്ട് തന്നെ ഇന്നാളെ ദിവസം ഞാൻ ഇതേപോലെ 1 കിലോ ഉഴുന്നുവട മേടിച്ച് ഡെയിലി ഇരുന്നങ്ങ് തിന്നു. എന്നിട്ട് ഫ്രീസറിൽ വെക്കും, എടുക്കും, ചൂടാക്കും, തിന്നും. അങ്ങനെ ഞാൻ 1 കിലോ ഉഴുന്നുവട ഒറ്റയ്ക്ക് ഞാൻ നിന്ന് കൊടുത്തു. അതിൻ്റെ 1-2 വേറെ ആരെങ്കിലും ഒക്കെ കൊടുത്തു കാണും, കൊതി കിട്ടരുത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ തിന്നു തീർത്തു ഗൈസ്. ഇപ്പം ഞാനെന്നേ നൈസായിട്ട് പേടിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി ചവിട്ടി നിർത്തി കഴിഞ്ഞ് ഇപ്പോഴേ ഒരു അപ്പൂപ്പൻ സൈഡിലിരുന്ന് വണ്ടി പുള്ളി ബാക്കോട്ട് എടുത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പൂപ്പൻ്റെ വണ്ടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേ എൻ്റെ വണ്ടി പുറകോട്ട് പോകുമ്പോൾ എനിക്ക് ഫീലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഉള്ള ബ്രേക്കൊക്കെ ചവിട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് വണ്ടി നിൽക്കില്ല. ഞാനങ്ങ് ടെൻഷനായിട്ട് വണ്ടി ഇതും കൂടെ പോണ ബ്രേക്ക് അടിച്ച് പോയോന്നൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷനായിപ്പോയി പെട്ടെന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ അപ്പൂപ്പൻ വണ്ടി പുറകോട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന്, ആളെ പേടിപ്പിക്കുന്ന പരിപാടിയാണല്ലേ. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അടുത്ത സ്ഥലത്ത് വന്ന് വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ചേക്കാം എന്നോർത്തിട്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശ് ഒരുപാട് കിട്ടുന്നതാണ്. എൻ്റെ മോനെ എന്ത് മേടിക്കും? ഒരു എടുക്കാം. എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മേടിക്കാം. ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് വന്ന സാധനം, ഞാൻ ഇവിടെ ആട്ട മേടിക്കാനാണ് വന്നത്. ഞാൻ ആട്ട എവിടെയാണെന്ന് നോക്കട്ടെ. ആട്ട എവിടെയാണെന്ന് നോക്കിയിട്ട് ആട്ട മേടിച്ചിട്ട് വീട്ടിൽ പോകുന്നതാണ്. കൂടുതലൊന്നും ഞാൻ മേടിക്കുന്നില്ല, വേറെ അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് ഒരുപാട് പൊട്ടാറുണ്ട്. എപ്പോൾ വന്നാലും ചുമ്മാ പൈസ അങ്ങ് പൊട്ടും. കാരണം ഇത് കാണുമ്പോഴൊക്കെ അത് മേടിക്കാം, ഇത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങ് മേടിക്കും. അങ്ങനെയാണ് പൊട്ടത്. ഞാൻ ഈ ആട്ടയുടെ സെക്ഷനിലേക്ക് പോട്ടെ. അങ്ങനെ കിട്ടിയിരിക്കുന്നു മഹനെ, ആശീർവാദിൻ്റെ ആട്ട കിട്ടിയിരിക്കുന്നു. പൊട്ടിയിട്ടൊന്നും കയറിയിട്ടൊന്നും ഇല്ലല്ലോ. ഇച്ചിരി മുമ്പ് എടുത്തത് പൊട്ടിയൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ട. കൈ മൊത്തം വെട്ടക്കായി. അങ്ങനെ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം കിട്ടി. എന്നാലും എന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും വാങ്ങണോ എന്നായിരിക്കും. എന്ത് പറയുന്നു, ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങില്ല. ഐ ആം ഫുള്ളി ഡിറ്റർമൈൻഡ്. ഇതെന്നെ കൊണ്ടേ പോളും. ഇതെന്നെ ഇവിടെ ഫിഷ് കാണിച്ച് അങ്ങ് ആകർഷിക്കുന്നു. സീബാസൊക്കെ ഇരിക്കുന്നത്, സീബാസൊന്നും എനിക്കിഷ്ടമല്ല. ഈ മീൻ ഒരു സുഖമില്ലാത്ത മീനുകളായതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. കൈ നിറച്ച് ആട്ടപ്പൊടി എടുപ്പി, കൈ നിറച്ച് ഒരാട്ട മേടിച്ചു. ഞാൻ ഫുള്ളി ഡിറ്റർമൈൻഡ് ആയതുകൊണ്ട് ആട്ട മാത്രം മേടിച്ച് തിരിച്ചു വന്നു. 8 പൗണ്ട് 10 കിലോയ്ക്ക്. 10 കിലോയാന്ന് തോന്നുന്നു. അതെ, 10 കിലോ 8 പൗണ്ട് ആട്ട മേടിച്ചിട്ടുണ്ടല്ലോ. ഇതണ്ട, കൈ നിറച്ച് പൊടി. ഞാൻ പൊട്ടാത്ത ആട്ട നോക്കി മേടിച്ചതായിരുന്നു, പക്ഷെ അതിൻ്റെ തുമ്പിച്ചിരി പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, പാക്ക് ചെയ്ത് വിടുമ്പോൾ സംഭവിക്കുന്നതായിരിക്കും. സോ ഇനിയിപ്പോൾ മേടിക്കാനുള്ള സാധനങ്ങൾ അരിയും ആട്ടയും മേടിച്ചു. അയ്യോ, ചിക്കനൊക്കെ മേടിക്കണമായിരുന്നു. സമയം എന്തായി? ഇനി സമയമുണ്ടോ ചിക്കൻ മേടിക്കാൻ?